ഹായ് ഓൾ. ക്യൂരിയോസിറ്റി നമുക്ക് ജിജ്ഞാസു ആയിരിക്കുക എന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചില കാര്യത്തിലേക്കുള്ള ജിജ്ഞാസു പ്രാക്ടിക്കൽ വിസ്ഡം കിട്ടാനായിട്ട് അല്ലെങ്കിൽ അറിവിനേക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനലി ലീഡ് ചെയ്യുന്നപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഗ്രോത്തിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നമ്മൾ ഈ ജിജ്ഞാസു ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്, നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് തന്നെയല്ല നമുക്കൊരു ബെറ്റർ ചോയ്സസ് ആൻഡ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും നടക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒത്തിരി കൂടുതൽ ജിജ്ഞാസുമായിട്ടുള്ളവർക്കാണ് ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അപ്പോൾ ഈ ലൈഫ് ലോങ് ലേണിങ് അതെപ്പോഴും ഈ ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ ലൈഫ് ലോങ് ലേണിങ് മീൻസ് ലൈഫ് ലോങ് ഏണിങ്. അപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 90 വയസ്സിലും നല്ല ഏണിങ് ആയിരിക്കും. ഇനി ഈ പ്രാക്ടിക്കൽ വിസ്ഡം അത് കിട്ടാനായിട്ട് ആൾക്കാരിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഓരോ പ്രാക്ടിക്കൽ വിസ്ഡം കിട്ടുമ്പോഴും നമ്മൾ കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് വരും, സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എമ്പതി കൂടുതലായിരിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഇന്നോവേഷൻസിലും ക്രിയേറ്റിവിറ്റിയിലും വളരെ കൂടുതലായിരിക്കും. ഈ ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാർ അവരുടെ റിലേഷൻഷിപ്പ് വളരെ ബെറ്റർ ആയിരിക്കും. അവ ഓപ്പൺ മൈൻഡ്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ ടോളറൻസ് വളരെ കൂടുതലായിരിക്കും. ഈ ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഗ്നറൻസിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരും. പിന്നെ ഏറ്റവും വലിയ അഡാപ്റ്റബിലിറ്റിയും ചേഞ്ചും അവരുടെ ജീവിതത്തിൽ നടക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്യൂരിയോസിറ്റി കൂടുതലുള്ളവരാണ് എപ്പോഴും നല്ല ലീഡർഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു സെൻസ് ഓഫ് വണ്ടർ ഉണ്ട്. അപ്പോൾ എന്തും കാണുമ്പോഴത്തേക്കൊരു അത്ഭുതത്തിൻ്റെ ഫീലിംഗ്. പിന്നെ ഇവർ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ, ഒത്തിരി പേരോട് അത് പറയാനുണ്ട്, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാ ദിവസവും. അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു പ്രാക്ടിക്കൽ വിസ്ഡം വരുന്നതുകൊണ്ട് ഇത് ലൈഫിൽ കുറച്ച് മീനിങ് ഫുള്ളായിരിക്കും. ഇവരോട് സംസാരിക്കാൻ ആൾക്കാർക്ക് എപ്പോഴും വലിയ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ അവരെപ്പോഴും ഒരു സെൻസ് ഓഫ് പർപ്പസ് ഇൻ ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ലൈഫ് ഒരു മീനിങ് ഫുള്ളായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ഡിസിഷൻ മേക്കിംഗ്, ഏത് അൺസർട്ടനിറ്റി ഉള്ളപ്പോൾ പോലും ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഡെയിലി ലൈഫിൽ കൂടും. അപ്പോൾ നാവിഗേറ്റിംഗ് എത്തിക്കൽ ഡിലേമ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ഇനി അവർക്കൊരു സെൽഫ് അവെയർനെസ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്യൂരിയോസിറ്റി കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എപ്പോഴും കൂടുതലായിരിക്കും. ഇവരുടെ ഒരു റെസീലിയൻസ്, അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ഏത് ചാലഞ്ചസിൽ പോലും ഇവർക്ക് അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവർ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും ക്യൂരിയസ് ആകുന്നത്. ജിജ്ഞാസു എന്നാണ് ഇവരെ പൊതുവെ വിളിക്കുക. അവരെപ്പോഴും അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യമായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവർ കുറച്ചുകൂടെ ടൈം മാനേജ് ചെയ്യുന്ന അതിൽ മിടുക്കരായിരിക്കും. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും അവർക്കൊരു ലവ് ഫോർ ലേണിംഗ് ഉണ്ടാകും. പിന്നെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ബാലൻസ്ഡ് ലൈഫിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂ പാഷൻ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പ്രാക്ടിക്കൽ വിസ്ഡം അവർക്കുണ്ടാകും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഇൻ റിലേഷൻഷിപ്സ് എപ്പോഴും അവർക്കുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ജിജ്ഞാസുക്കളായതുകൊണ്ട് ഇവരെപ്പോഴും മെൻറ്റേഴ്സിൽ നിന്നൊക്കെ വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റിയ അഡ്വൈസസ് നേടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്കെപ്പോഴും ഹ്യൂമിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഇവർക്കൊരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എപ്പോഴും കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇവരെപ്പോഴും ഒരു സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് വിലയിരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും.
അതുപോലെ തന്നെ അവരിലുള്ള ഹിഡൻ ടാലൻസ് കൂടെ കണ്ടെത്തുന്നവരായിരിക്കും. പിന്നെ ഇവരെപ്പോഴും ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന്, കാരണം ക്യൂരിയോസിറ്റി എപ്പോഴും കൂടുതലായിരിക്കുമല്ലോ. പിന്നെ മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ ഇവർക്ക് ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ട് അവർ വർക്ക് പ്ലേസിൽ അഡാപ്റ്റബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ലൈഫിലെപ്പോഴും പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് പല വിധത്തിലുള്ള പെർസ്പെക്റ്റീവ്, എല്ലാ ആംഗിളിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടാകും. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഗ്രേറ്റർ കൾച്ചറൽ അവയർനെസ് ഉണ്ടാവും. പിന്നെ ഇവർ എപ്പോഴും ഒരു നല്ല ടീം ലീഡേഴ്സ് ആയിരിക്കും, എപ്പോഴും ടീമിനെ നയിക്കാനായിട്ട്. ലീഡർഷിപ്പ് സ്കില്ല് ഓരോ ദിവസവും ഇങ്ങനെ പുതിയ ക്യൂരിയോസിറ്റി പഠിക്കുന്നതുകൊണ്ട് ലീഡർഷിപ്പ് സ്കിൽസ് എപ്പോഴും വളർന്നു വരും. പിന്നെ ന്യൂ ഇൻട്രസ്റ്റ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം റെസൊല്യൂഷൻ എടുക്കാൻ ഇവരെപ്പോഴും ക്യാമറ അപ്പോൾ ലീഡർഷിപ്പ് എപ്പോഴും എല്ലാവർക്കും ഇവരുടെ ലീഡർഷിപ്പ് എപ്പോഴും ഇഷ്ടമായിരിക്കും. ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇവർക്ക് എപ്പോഴും കാണും. പിന്നെ ഇവരെപ്പോഴും ഒരു ഹെൽത്തി ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഇവരും ചെയ്യുന്നത്. പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി ഇവർക്ക് എപ്പോഴും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആരും ചിന്തിക്കാത്ത, കാരണം എല്ലാത്തിനകത്തും ഒരു ക്യൂരിയോസിറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഇവരൊരു എത്തിക്കൽ ബിഹേവിയർ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു ലൈഫിൽ എപ്പോഴും ഒരു പർപ്പസ് കാണാം, കാരണം ക്യൂരിയോസിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഇവർ വളർത്തുന്ന ഒരു ബെറ്റർ പാരൻറ്റിങ് ആയിരിക്കും ഇവർക്ക്. ആ കുട്ടികളോടൊപ്പം തന്നെ അവർക്ക് ക്യൂരിയോസിറ്റി വളരുന്നതായിരിക്കും. പിന്നെ ഇവരെപ്പോഴും സ്ലോലി വളരെ എക്സ്പീരിയൻസ്ഡ് വിസ്ഡം കാണിക്കാറുണ്ട്. ഇവരുടെ ഒരു നെഗോസിയേഷൻ സ്കിൽസ് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബെറ്റർ ടൈം മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് അക്കാഡമിക്സിലൊക്കെ അവർക്ക് ടൈം മാനേജ്മെൻറ്റ് പറ്റുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് പ്രത്യേകിച്ച് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ, ഇവരോട് ചോദിച്ചിട്ടായിരിക്കും പലരും, കാരണം ക്യൂരിയോസിറ്റി ഭയങ്കരമായതുകൊണ്ട് ഇവരെല്ലാം കണ്ടെത്തും. ഇപ്പോൾ ഒരു സെൻസ് ഓഫ് അഡ്വഞ്ചർ പോലെ തന്നെ അവർ എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ പേഴ്സണൽ റെസൊല്യൂഷനും ഒക്കെ വളരെ ആ ബന്ധങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ പോകാനൊക്കെ. പിന്നെ ഇവരെപ്പോഴും ഒരു ന്യൂ ട്രാവൽ ഡെസ്റ്റിനേഷനൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. എവരുടെ ചാലഞ്ചസ് അവർ ഉൾക്കൊള്ളും. അതുപോലെ തന്നെ ഇവർ പലപ്പോഴും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് കുറച്ചുകൂടെ ഇതാണ്. ഇപ്പോൾ നേച്ചറിലെ വണ്ടേഴ്സൊക്കെ കാണാൻ പോകാനായിട്ട്. പിന്നെ ഈ സീക്കിങ് അഡ്വൈസ് ഫ്രം ഓൾഡർ ജനറേഷൻസ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ ക്രൈസിസ് സിറ്റുവേഷൻ ഇവർക്കായിരിക്കും പെട്ടെന്ന് കയറി സഹായിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഏത് പേഴ്സണൽ ക്രൈസിസ് ഉണ്ടെങ്കിലും ഇവരെ നമുക്ക് നമ്പാൻ പറ്റും, കാരണം ഇവർ ഈ ജിജ്ഞാസുക്കളായതുകൊണ്ട് ഇവർക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടാകും. അപ്പോൾ ഇവരതുപോലെ തന്നെ ഈ സ്പിരിച്വൽ ലീഡേഴ്സിൽ നിന്നെല്ലാം ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. ഇവർ പിന്നെ എപ്പോഴും സെൽഫ് കെയർ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഈ ഡിസ്കവറിങ് യൂണീക്ക് എക്സ്പീരിയൻസസ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട് അവർ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് അവരെ കൊണ്ട്. പോളിറ്റിക്സിലൊക്കെ ആണെങ്കിലും, കാരണം ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് പല വഴികൾ കണ്ടെത്തി വെച്ചേക്കാണ്. അപ്പോൾ സെൻസ് ഓഫ് കണക്ഷൻ അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സെൻസ് ഓഫ് കണക്ഷൻ ഉണ്ട്. പിന്നെ ഈ ലിറ്ററേച്ചർ ഫിലോസഫി ഒക്കെ ആയിട്ടുള്ള ഇവർ നേരത്തെ ഒത്തിരി കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻവയറമെൻ്റൽ ഇഷ്യൂസിലൊക്കെ ഇവർ കുറച്ച് ഇടപെട്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, കാരണം അതൊക്കെ ഇവർക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി, അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്. സോഷ്യൽ ആക്ടിവിറ്റീസിനകത്ത്, പിന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ കൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ച്, അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റും ഒക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്രിസിയേഷൻ ഫോർ ആർട്സ്, അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിനകത്തൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് കഴിയും. ലീഗൽ മാറ്റേഴ്സിനൊക്കെ ഇവരുടെ സഹായം പലരും തേടാറുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൽ നിന്നൊക്കെയുള്ള വിസ്റ്റമൊക്കെ അതൊക്കെ ഇവർ നോക്കി വെച്ചേക്കുമായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ ഈ പറഞ്ഞ പോലൊരു വിൻ വിൻ സിറ്റുവേഷനിലുള്ളതായിരിക്കും ഇവർ ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ ചാരിറ്റി, ഫിലാന്ത്രോപ്പി ഈ കാര്യത്തിലൊക്കെ അവർക്ക് ഹെൽപ്പ് ഉണ്ടായിരിക്കും. ഒരു ഗ്ലോബൽ ചാലഞ്ചസിനെയൊക്കെ ഇവർ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ മെൻറ്റേഴ്സ് ആയിരിക്കും. ക്രോസ് കൾച്ചറൽ സിറ്റുവേഷൻസിലൊക്കെ ഇവർ പലപ്പോഴും ഇത് ചെയ്യും. എക്സ്പ്ലോറേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇവരുടെ ഒരു ഹോബിയാണ്, കാരണം ക്യൂരിയോസിറ്റി, ജിജ്ഞാസുക്കളായതുകൊണ്ടാണ്. ഹ്യൂമാനിറ്റേറിയൻ എഫർട്ടുകളൊക്കെ ഇവർ നടത്തും.
എവർ ചേഞ്ചിങ് വേൾഡിൽ, ബിസിനസ് വേൾഡിലൊക്കെ ഇവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഇൻഡിജീനിയസ് പീപ്പിളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട്, സോഷ്യൽ ഇഷ്യൂ, സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ചിലപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസുക്കളായതുകൊണ്ട് ഇവർ ലൈഫിലെപ്പോഴും ഫുൾഫില്ലിങ് ഒരു പർപ്പസ് ഡ്രിവൺ ആയിട്ടായിരിക്കും ഇവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്കും ഒരു ജിജ്ഞാസു ആകാനായിട്ടുള്ള കഴിവുണ്ടാകട്ടെ. ഇതിൽ നിന്ന് നിങ്ങളൊരു ഈ ക്വാളിറ്റി ഇംബൈബ് ചെയ്തിട്ട് ജിജ്ഞാസുക്കളാകട്ടെ. ഇനി നമുക്ക് ഫ്യൂച്ചറിലുള്ള ക്ലാസ്സിൽ വെച്ച് കാണാം. ഓൾ ദ ബെസ്റ്റ്.